നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിൽ സാങ്കേതിക പിഴവ് ഉണ്ടായതിനെ തുടർന്ന് ബ്രിട്ടനിൽ നിന്നും യാത്ര തിരിക്കേണ്ട വിമാനങ്ങൾ എല്ലാം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് റദ്ദാക്കിയതിൽ നിറയുന്നത് സാങ്കേതിക ചർച്ചകൾ. ഹീത്രൂ, ഗാർവിക്, മാഞ്ചസ്റ്റർ, എഡിൻബർഗ്, ബിർമിംഗ്ഹാം തുടങ്ങി പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ വിമാനങ്ങൾ റദ്ദ് ചെയ്തപ്പോൾ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത്. NATS സ്കാൻവിക് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിലെ സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു ഇതിന് കാരണമായത്. വിമാനങ്ങൾ റദ്ദാക്കിയതോടുകൂടി വേനലവധിക്ക് യാത്ര തിരിച്ചവർ രോക്ഷാകുലരായി സമൂഹ മാധ്യമങ്ങളിൽ എത്തി. അവരിൽ ചിലർ വിമാനത്തിനകത്തു നിന്നുള്ള ചിത്രങ്ങളായിരുന്നു പോസ്റ്റ് ചെയ്തത്. വൈകിട്ട് 4:45 പ്രശ്നങ്ങൾ പരിഹരിച്ചതായി NATS അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ശേഖരിക്കണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളിലും സ്ഥിതി സാധാരണ നിലയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതിനാൽ വിമാനങ്ങൾ വൈകാൻ ഇടയുണ്ട്. ഒഴിവുകാല യാത്രയ്ക്ക് തിരിച്ച ആയിരങ്ങളാണ് ഇതോടെ ദുരിതം അനുഭവിക്കുന്നത്. ഈ സാങ്കേതിക പിഴവിന് പിന്നിൽ വിദേശ കാരണങ്ങളോ ഹാക്കർമാരോ ഉണ്ട് എന്ന വാദം പക്ഷേ NATS നിഷേധിച്ചിട്ടില്ല. റഡാർ സംബന്ധിച്ച പിഴവായിരുന്നു എന്നും ഈ ബാക്കപ്പ് സിസ്റ്റത്തിലേക്ക് മാറ്റി അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ആയെന്നും അവർ പറയുന്നു. എന്നാൽ ഈ പിഴവ് പരിഹരിക്കുന്നതിനിടയിൽ UK-യിൽ നിന്നുമുള്ള 150 വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ആയിരക്കണക്കിന് യാത്രക്കാരാണ് 5 മണിക്കൂറോളം UK-യിലെ പല വിമാനത്താവളങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി മാസങ്ങളോളം ആസൂത്രണം ചെയ്ത വിമാനയാത്രകൾ തടസ്സപ്പെട്ടതിൽ ഏറെ രോക്ഷാകുലരായി യാത്രക്കാർ മാറിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് അത് നടക്കുമോ എന്ന ആശങ്കയും വർദ്ധിച്ചു. ചിലർക്ക് രാത്രി മുഴുവൻ വിമാനത്താവളങ്ങളിൽ തന്നെ ഉറങ്ങണമോ അതോ കൂടുതൽ കാശ് ചെലവാക്കി ഹോട്ടലുകളിൽ മുറിയെടുക്കണമോ എന്ന ആശങ്കയായിരുന്നു. ബ്രിട്ടനിലേക്ക് വരുന്ന സർവീസുകളും റദ്ദാക്കപ്പെടുന്നതോടുകൂടി പല ബ്രിട്ടീഷുകാരും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പലരും കുട്ടികളും കുടുംബവുമായാണ് വിദേശ സന്ദർശനത്തിന് പോയിരിക്കുന്നത് എന്നതിനാൽ ദുരിതം ഇരട്ടിയായി. വിമാന കമ്പനികൾ താമസ സൗകര്യം ഒരുക്കുന്നതിനാൽ പലർക്കും വിമാനത്താവളങ്ങളിൽ തന്നെ രാത്രി മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അതിനിടെ NATS ചീഫ് എക്സിക്യൂട്ടീവ് മാർട്ടിൻ ഗോൾഫ് രാജിവെക്കണമെന്ന ആവശ്യവുമായി റെയിൻ എയർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നീൽ മെക്ഹോം രംഗത്തെത്തി. പല യാത്രക്കാരും ഈ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ വിമാനം റദ്ദാക്കിയത് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്.